വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് മെയ് 2-ന് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി മെയ് 2-ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, ഗുഡ് ഈവനിംഗ്. എന്തായാലും വിഴിഞ്ഞത്ത് മദർഷിപ്പുകളൊക്കെ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ ഒരു മുഖഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന പദ്ധതിയാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഒരു അസൗകര്യം കാരണം ഈ ഒഫീഷ്യലായിട്ടുള്ള ഈ കമ്മീഷനിങ് അതിങ്ങനെ മാറി മാറി പോവുകയായിരുന്നു. അതിനുള്ള ഡേറ്റ് ലഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ അടുത്തഘട്ട വികസനത്തിൽ ഏറ്റവും പ്രധാന അടയാളപ്പെടുത്തലായി മാറാൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് മെയ് 2-ന് കമ്മീഷൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് സന്തോഷകരമായിട്ടുള്ള വിവരം. നേരത്തെ നമുക്കറിയാം 2024 ഡിസംബർ മാസം മുതൽ ഈ കമ്മീഷനിങ് സംബന്ധിച്ച് ചില അനിശ്ചിതാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല പലതവണ പ്രധാനമന്ത്രിയുടെ അസൗകര്യത്തെക്കുറിച്ച് കമ്മീഷനിങ് അത് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അടുത്ത ഘട്ട നിർമ്മാണത്തിന് പാരിസ്ഥിതികാനുമതി ഒക്കെ ലഭിച്ചു. അതിന് പിന്നീട് കേന്ദ്ര സർക്കാരും സംസ്ഥാനവും തമ്മിൽ ഈ വിഴിഞ്ഞം വിഷയത്തിൽ രണ്ട് ചേരിയിൽ നിന്ന് വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് ആ കരാർ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒപ്പിടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ ആ സമയമടക്കമുള്ള കാര്യങ്ങൾ അനുവദിച്ചത്. മെയ് 2-ന് ഈ കമ്മീഷനിങ് നടപ്പിലാക്കും. അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. ആരൊക്കെ അതിൽ പങ്കെടുക്കും, എന്തൊക്കെയായിരിക്കും അതിൻ്റെ പ്ലാനിംഗ് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ ആലോചിച്ച് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപക്ഷേ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതായത് MSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്നായ MSC തുർക്കി അടക്കം വിഴിഞ്ഞത്തേക്ക് കമ്മീഷനിങ്ങിന് മുൻപ് എത്തിയത് വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം മരിടൈം ഭൂപടത്തിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു തുറമുഖത്തും അടുത്തിട്ടില്ലാത്ത MSC തുർക്കിയൊക്കെ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ അത് MSC തന്നെ പറഞ്ഞു, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു എന്നുള്ളത്. ആ രീതിയിലൊക്കെ അഭിമാനകരമായ ഒന്നായി വിഴിഞ്ഞം തുറമുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ പ്രകാരം വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്ത ഈ ചരക്കുകളുടെ കാര്യത്തിലൊരു നമ്പറൊക്കെ വന്നിരുന്നു. അതായത് ഇതുവരെ 256 ഷിപ്പുകളിലായി 5,21,784 TU കണ്ടെയ്നർ പോർട്ട് ഓപ്പറേഷൻസിന്റെ ഭാഗമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് കണക്കുകൾ. കമ്മീഷനിങ്ങിന് മുൻപ് ട്രയൽ റണ്ണിന്റെ ഒക്കെ ഭാഗമായി ഇത്രയധികം ചരക്ക് നീക്കമടക്കം നടത്തുന്ന മറ്റേതെങ്കിലും തുറമുഖമുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഏതായാലും ആ രീതിയിൽ വിഴിഞ്ഞം വലിയ പ്രാധാന്യത്തിലേക്ക് അടുക്കുമ്പോഴാണ് അതിൻ്റെ കമ്മീഷനിങ് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനമായിട്ടുള്ളത്. എങ്ങനെ വേണം, അത് ഏത് രീതിയിൽ നടപ്പാക്കണം, ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ളതിൻ്റെ അന്തിമ പട്ടിക അത് ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ തയ്യാറാക്കും. ശരി.